ഹായ് ഡിയേഴ്സ്, ഞാൻ രജിത. എല്ലാവർക്കും പ്രസിഡൻസിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് സർക്കിൾസ്. അപ്പോൾ വൃത്തങ്ങൾ കേട്ടോ, സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ ആദ്യം നമുക്ക് ഒരു 3 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. സർക്കിളുമായി ബന്ധപ്പെട്ട 3 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്നുള്ളത് ഞാനൊന്ന് പറയാം ആദ്യം. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് വൃത്തത്തിലെ വ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ എന്താണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് നിങ്ങൾക്ക് അറിയണം. ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം അല്ലെ? വൃത്തത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്താണ്? എന്താ വൃത്തം എന്ന് പറഞ്ഞാല് ഒരു പ്രതലത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിലുള്ള എല്ലാ ബിന്ദുക്കളുടെയും കൂട്ടത്തെയാണ് നമ്മള് വൃത്തം എന്ന് പറയാം. ആ ഏത് ബിന്ദുവിനെ ആസ്പദമാക്കിയാണോ നമ്മൾ വൃത്തം നിർവചിച്ചിരിക്കുന്നത് ആ ബിന്ദുവിനെയാണ് വൃത്തകേന്ദ്രം എന്ന് പറയാം. ഓക്കെ, അപ്പൊ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലം തുല്യാണ്. ആ അകലത്തിനെയാണ് ആരം എന്ന് പറയാ, റേഡിയസ്, ആരം എന്ന് പറയാം. ഇനി വൃത്തത്തിലെ ബിന്ദുക്കളെ അഗ്രബിന്ദുക്കളാക്കി വരയ്ക്കുന്ന രേഖാഖണ്ഡമാണ് ഞാൻ അല്ലെങ്കിൽ കോഡ്. ഇതൊക്കെ നമുക്ക് വൃത്തവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഞാൻ അല്ലെങ്കിൽ കോഡ്. എന്താണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൃത്തത്തിലെ ബിന്ദുക്കളെ അഗ്രബിന്ദുക്കളാക്കി വരയ്ക്കുന്ന രേഖാഖണ്ഡമാണ് എന്ത്? ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ആ വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ കോഡാണ് ഞാനാണ് വ്യാസം. വൃത്തകേന്ദ്രം ഉൾക്കൊള്ളുന്ന ഞാനിനെ പറയുന്ന പേരാണ് വ്യാസം എന്നാണ് പറയുന്നത്. ഓക്കെ, വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. ഓക്കെ, ഇനി നോക്കൂ, നിങ്ങൾക്ക് സ്ക്രീനിലെ ഒരു ഫിഗർ കാണാനുണ്ടായിരിക്കും ഇല്ലേ? ആ ഫിഗറിലെ ഇവിടെ ഞാൻ എന്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്? BC എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. BC ഈസ് ദ ഡയാമീറ്റർ ആൻഡ് O ഈസ് ദ സെന്റർ. O വൃത്തകേന്ദ്രമാണ്, BC വൃത്തത്തിന്റെ വ്യാസമാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ എന്ത് കാണാനുണ്ട്? A എന്നുള്ള ഒരു പോയിന്റ് കാണാനുണ്ട്, D എന്നുള്ള പോയിന്റ് കാണാനുണ്ട്, E എന്ന ഒരു പോയിന്റ് കാണാനുണ്ട് അല്ലെ? അപ്പൊ ആ പോയിന്റ്സ് എങ്ങനെയാ കിടക്കുന്നത് നോക്കൂ. A എന്ന പോയിന്റ് കിടക്കുന്നത് ഓൺ ദ സർക്കിൾ, വൃത്തത്തിൽ. ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൺ ദ സർക്കിൾ, വൃത്തത്തിൽ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ D എന്ന പോയിന്റ് കിടക്കുന്നത് ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിനുള്ളിൽ. ഓക്കെ, ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിനുള്ളിൽ എന്നാണ്. E എന്ന പോയിന്റ് എടുക്കുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് പുറത്ത്. ക്ലിയർ? മനസ്സിലായില്ലേ? ഇനി അവിടെ ഞാൻ ആ 3 പോയിന്റിനെയും ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ? കണക്ട് ചെയ്ത് എന്തുമായിട്ടാ കണക്ട് ചെയ്തൊക്കെ നോക്കൂ. BC is the diameter of the circle and the end points of the diameter is B and C. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളാണ് B യും C യും. ആ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ ഞാൻ എന്ത് ചെയ്തു? A എന്നുള്ള പോയിന്റുമായി യോജിപ്പിച്ചു. അതായത് I joined the point A with the end of the diameter അല്ലെ? ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റുമായിട്ട് ഞാൻ A എന്നുള്ള പോയിന്റിനെ ജോയിൻ ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്? ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. BAC എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, ആ ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആയിട്ടുള്ള BCനെ സർക്കിളിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ അല്ലെ? പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ D എന്ന പോയിന്റുമായി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ BDC എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വൃത്തത്തിന് പുറത്തുള്ള ഒരു പോയിന്റ് ഇയുമായി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? BEC എന്ന് പറയുന്ന ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ഈ ആംഗിൾസിന്റെ പ്രത്യേകത വെച്ചാണ് മക്കളെ നമ്മൾക്ക് സർക്കിളിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മുടെ പ്രോപ്പർട്ടി എന്താ വെച്ചാല് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ, വ്യാസം BC ആണ്, അതിന്റെ അഗ്രബിന്ദുക്കൾ B യും C യും ആണ്. വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ, വൃത്തത്തിലെ ബിന്ദു എന്ന് പറയുന്നത് A ആണ്. മനസ്സിലാവുണ്ടോ? യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും, മട്ടകോണായിരിക്കും എന്നാണ് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി. മനസ്സിലായോ? If we join the end of diameter with a point on the circle, the angle formed is 90 degree. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി എന്നാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പറയുന്നത് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിനുള്ളിലെ ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ 90ൽ കൂടുതൽ.
ഓക്കെ, 90-ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ, ബൃഹത് കോൺ ആയിരിക്കും അല്ലെ. 90-ൽ കൂടുതൽ, 90 ഡിഗ്രി ആണെങ്കിൽ അത് റൈറ്റ് ആംഗിൾഡ് ആണ്, മട്ടകോണാണ്. ദെൻ 90-ൽ കൂടുതലാവുമ്പോ എന്താ ഉണ്ടാവുക, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, ബൃഹത് കോണാണ്. ഓക്കെ, വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിനുള്ളിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90-ൽ കൂടുതൽ. If we join the end of diameter with a point inside the circle, the angle formed is greater than 90 degree. Similarly, if we join the end of the diameter with a point outside the circle, കണ്ടുവോ, വൃത്തത്തിന്റെ പുറത്തുള്ള ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി. ലെസ് ദാൻ 90 ഡിഗ്രി. ഞാൻ ഇവിടെ 90 മൈനസ് എന്നും 90 പ്ലസ് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 90 മൈനസ് ലെസ് ദാൻ 90 ആയിരിക്കും, അതായത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, ന്യൂന കോൺ ആയിരിക്കും. ക്ലിയർ? ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ പറയാം. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി. വൃത്തത്തിനുള്ളിലെ ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ 90-ൽ കൂടുതൽ. അത് വൃത്തത്തിന് പുറത്തെ ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ 90-ൽ കുറവ്. ക്ലിയർ? If we join the end of diameter with a point on the circle, the angle formed is 90 degree. If it is inside the circle, then the angle is greater than 90, and if it is outside, then the angle is less than 90. Clear? ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിനകത്ത് ഞാൻ വരച്ചിരിക്കുന്ന ആദ്യത്തെ സർക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് പറയാം, എ ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. സോ ആംഗിൾ ബി എ സി ഈക്വൽ ടു എത്ര വരിക, 90 ഡിഗ്രി. ആംഗിൾ ബി എ സി ഈക്വൽ ടു 90 ഡിഗ്രി. ദെൻ ഡി ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ. ദെർഫോർ ആംഗിൾ ബി ഡി സി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. And E is outside the circle. Angle BEC is equal to less than 90. Clear അല്ലേ? ഇനി സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ടാമത് ഒരു സർക്കിൾ കാണാനുണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ടാമത്തെ സർക്കിൾ എന്ന് പറയുമ്പോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് O is the center of the circle. Okay, O is the center of the circle. AB is the diameter. And C is a point on the circle. Okay, clear? AB is the diameter, O is the center, C is a point on the circle. Then ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പഠിച്ച പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? വെറുതെ പ്രോപ്പർട്ടി പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രൂഫ് മനസ്സിലാക്കി വെക്കണം. എല്ലാത്തിന്റെയും പ്രൂഫ് പഠിക്കണം എന്നൊന്നുമില്ല, പക്ഷെ ഇത് പഠിച്ചു വെക്കണം. അപ്പോ നോക്കൂ, O സെന്റർ ആണ്, എ ബി ഈസ് ദ ഡയാമീറ്റർ. വി ഹാവ് ടു പ്രൂവ് ആംഗിൾ സി ഈസ് 90 ഡിഗ്രി. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ടു പ്രൂവ് എന്താ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നോക്കൂ, എ ബി എന്ന് പറയുന്നത് ഈ ഒരു അർദ്ധവൃത്തം മാത്രം എടുത്താൽ, സെമി സർക്കിൾ എടുത്താൽ അതിന് മുകളിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി കേട്ടോ. ഇനി ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു വെച്ചാല്, ഇവിടെ ഞാൻ കളർ റെഡിലാണ് വരച്ചിരിക്കുന്നത്. ആ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ വരച്ച് ചേർക്കുന്ന ലൈനാണ് ഇത്. അതുകൊണ്ട് ഞാനത് ബ്ലാക്കിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഡോട്ടഡ് ലൈൻ ആയിട്ട് ചെയ്താലും മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാനുണ്ട്, ഒരു ട്രയാങ്കിൾ കാണാനുണ്ട് അല്ലെ. ACB എന്ന ഒരു വലിയ ട്രയാങ്കിൾ കാണാനുണ്ട്. ആ ACB എന്ന ട്രയാങ്കിളിലെ C എന്ന പോയിന്റിൽ നിന്ന് വൃത്തത്തിന്റെ സെന്ററിലേക്ക് ഓയിലേക്ക് ഞാൻ ഒരു വര വരച്ചിട്ടുണ്ട്, OC. ഓക്കെ, നമുക്ക് C 90 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ നോക്കൂ, we have two small triangles in this picture, that is AOC and BOC. ഓക്കെ, AOC അതേപോലെ BOC എന്നുള്ള രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് നമുക്ക് ഫിഗറിൽ. അപ്പൊ നോക്കൂ, AOCയും BOCയും എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ നോക്കി നോക്കൂ. ഇൻ AOC OA ഈക്വൽ ടു OC ആണ് അല്ലെ. OA ഈക്വൽ ടു OC ആണ്. എന്താ OA ഈക്വൽ ടു OC ആവാൻ കാരണം, ഇറ്റ് ഈസ് ദ റേഡിയസ്. ഓക്കെ, ഇൻ ട്രയാങ്കിൾ OAC എന്ന ട്രയാങ്കിളിലെ നമുക്ക് പറയാം
ഒ എ ഈക്വൽ ടു ഒ സി. ഒ എ ഈക്വൽ ടു ഒ സി ആവാനുള്ള കാരണം റേഡിയസ് ആണ്, സർക്കിളിന്റെ ആരമാണ്, വൃത്തത്തിന്റെ ആരമാണ്. അപ്പൊ എ ഒ സിയിലെ രണ്ട് സൈഡ് ഈക്വൽ ആയാൽ ഇതെന്തായി? ഐസോസിലസ് ട്രയാങ്കിൾ ആയി. ക്ലിയർ? രണ്ട് സൈഡ് ഈക്വൽ ആയാൽ ഇറ്റ് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ ആണെച്ചെങ്കിൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അത് മാത്രമല്ല ഈക്വൽ ആവും, അവിടെ എന്തുകൂടെ ഈക്വൽ ആവും? അത് ആംഗിൾ ഓൺ ദ ബേസ് ആർ ഓൾസോ ഈക്വൽ. പാദകോണുകൾ തുല്യമാണ് എന്നുകൂടിയും പഠിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ? അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ക്ലിയർ? ഐസോസിലസ് ട്രയാങ്കിളിന് തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടികളെ, ഇവിടെ ഒ എയും ഒ സിയുമാണ് നമ്മുടെ തുല്യമായ വശങ്ങൾ. ഒ എക്ക് എതിരെയുള്ള വശം ഒ എക്ക് എതിരെയുള്ള കോൺ ആംഗിൾ സി, ഈ ചെറിയ കഷ്ണാണ്. ഒ സിക്ക് എതിരെയുള്ള കോൺ ആംഗിൾ എ, ഈ ചെറിയ കഷ്ണാണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഇൻ ട്രയാങ്കിൾ ഒ എ സി, ഒ എ ഈക്വൽ ടു ഒ സി, ഇറ്റ് ഈസ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ. ദെൻ ഒ എ സിയിലെ ആംഗിൾ എ ഈക്വൽ ആംഗിൾ സി ഈക്വൽസ് എക്സ് എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു, ഇവിടെയും എക്സ് എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? സംശയമുണ്ടോ? ഇനി അതേപോലെ ഇൻ ട്രയാങ്കിൾ ബി ഒ സി, ഒ ബി ഈക്വൽ ടു ഒ സി, ഒ ബിയും ഒ സിയും ഈക്വൽ ആണ്. മനസ്സിലായോ? ഒ ബി ഈക്വൽ ടു ഒ സി. കാരണം എന്താ? ഒ ബി ഒ സി റേഡിയസ് ഓഫ് ദി സർക്കിൾ, റേഡിയസ് ഈക്വൽ ആണ് എന്നറിയാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ റേഡിയസ് ഈക്വൽ ആണ്, ഇറ്റ് ഈസ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ. ദെൻ ആംഗിൾ ബി, ഈ ബിയും അതേപോലെ ഈ സിയും ഈക്വൽ ആവുമല്ലോ. മനസ്സിലായോ? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. അത് എത്രയാണെന്ന് വിചാരിക്കാം? y ഡിഗ്രി ആണ് എന്ന് വിചാരിച്ചു. ഓക്കെ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു y ഡിഗ്രി എന്നും ഞാൻ വിചാരിച്ചു. ദെൻ ഇൻ ദ ട്രയാങ്കിൾ എ സി ബി, ശ്രദ്ധിച്ചോളോട്ടാ, ഇൻ ദ ട്രയാങ്കിൾ എ സി ബി എന്നുള്ള ട്രയാങ്കിൾ എടുത്താൽ നമുക്കറിയാം സം ഓഫ് ദ ത്രീ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180. ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ഇൻ എ സി ബി, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ നമുക്ക് ആംഗിൾ എ എന്താ? എക്സ് ആണ്. ആംഗിൾ സി എന്ന് പറയുമ്പോൾ നോക്കി നോക്കൂ, മുകളിലത്തെ ഈ ആംഗിൾ സി മൊത്തം വരുമ്പോ അവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ വൈ മാത്രം. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ എന്തുണ്ടാവുക? എക്സ് പ്ലസ് എക്സ് 2x ആയി, y പ്ലസ് വൈ 2y ആയി, ഈക്വൽ ടു 180. ദെൻ എന്തായി? അപ്പൊ 2 അവിടെ കോമൺ ഫാക്ടർ ആ, 2x പ്ലസ് 2y ഈക്വൽ ടു 180 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ 2 കോമൺ ഫാക്ടർ ആണ് എന്നുള്ളത് കൊണ്ട് ആ 2നെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. 2 into x plus y is equal to 180. Then x plus y equals 180 by 2 equal to 90 degree. So നമ്മൾ പ്രൂവ് ചെയ്തു. കണ്ടോ? അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ആംഗിൾ സി, അത് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇഫ് വി ജോയിൻ ദ എൻഡ് ഓഫ് ഡയമീറ്റർ വിത്ത് എ പോയിന്റ് ഓൺ ദ സർക്കിൾ ദ ആംഗിൾ ഫോംഡ് ഈസ് 90 ഡിഗ്രി. വൃത്തത്തിലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ബിന്ദു ട്ടാ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വരേന്റെ മുകളിൽ തന്നെ ആയിരിക്കണം പോയിന്റ്. വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതേ പ്രൂഫ് തന്നെ ചിലപ്പോൾ നമ്മളോട് പറയും ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്, അങ്ങനെയും ചിലപ്പോൾ പറയാം. അപ്പൊ എന്താ ഇവിടെ ഈ
ഇത്രയും ഭാഗം ACB എന്നുള്ള ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? അർദ്ധവൃത്തായി. മനസ്സിലായോ? അപ്പൊ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്ന് പറയാൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് തന്നെ ചെയ്യാം, ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യാം. ഇനി അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ ഞാൻ വേറൊരു സൂത്രം കൂടെ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഇല്ല അങ്ങനെ പിന്നീട് അത് വീണ്ടും ഒന്ന് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, നിങ്ങളുടെ ബുക്കിനകത്ത് അതിനെ കുറിച്ച് പറയണമില്ല കാര്യമായിട്ട്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു കാര്യം. ഇപ്പൊ ഞാൻ സ്ക്രീനിൽ ഇതേ വേറൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഇത്. ഓക്കെ, ഇനി ഇതെവിടെ ഞാൻ വേറെ ഒരു മട്ടത്രികോണാണ് വരയ്ക്കുക. മട്ടത്രികോണം അല്ല, വേറൊരു ത്രികോണം ഞാൻ വരച്ചിട്ടുണ്ട്. Okay, in the figure we have two triangles. AB is the diameter, here it is P and ഇവിടെ Q. Okay, ഇപ്പൊ നമുക്ക് രണ്ട് ആംഗിൾസിന്റെ ആയിട്ടുണ്ട്. AB is the diameter, O is the center. Okay, അപ്പൊ നമുക്ക് AQB എന്നുള്ള ഒരു ആംഗിൾ കാണാം. AQB അത് എത്ര ഉണ്ടാവുക? 90 ഡിഗ്രി ആണ്. കണ്ടോ? അതേപോലെ APB എടുത്താലോ? ആംഗിൾ APB ഈസ് ഓൾസോ 90 ഡിഗ്രി. അപ്പൊ ഇങ്ങനത്തെ എത്ര ആംഗിൾ നമ്മള് വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ സർക്കിളിലെ പോയിന്റുമായി യോജിപ്പിക്കുമ്പോ എത്ര ആംഗിൾസ് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ആ ആംഗിൾസ് എല്ലാം തന്നെ എന്തായിരിക്കും? 90 ഡിഗ്രി മട്ടകോണുകളായിരിക്കും. മനസ്സിലായോ? അപ്പൊ അർദ്ധവൃത്തത്തിലെ കോൺ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. അതും കൂടെ ഒന്ന് പ്രൂഫ് നോക്കാം. ഓക്കെ, ആ രണ്ടെണ്ണം എങ്ങനെയാ വരണേന്നുള്ളത് നമ്മുടെ ബുക്കിലകത്തും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പ്രൂഫ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിലെ ഒരു സർക്കിള് കാണാനുണ്ട്. സർക്കിളിന്റെ സെന്റർ ആണ് O എന്ന് വിചാരിക്കുക. AB സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്. ഇനിയോ, we join the end of the diameter with a point inside the circle which is C. അല്ലേ? നമ്മൾ സർക്കിളിന്റെ ഡയാമീറ്റർ AB കൺസിഡർ ചെയ്തു. ABയുടെ എൻ പോയിന്റ്സിനെ C എന്ന പോയിന്റുമായി കണക്ട് ചെയ്തു. ആ C എന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ? വിച്ച് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. സർക്കിളിന്റെ ഉള്ളിലാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. So the angle formed is angle is ACB which is greater than 90. അങ്ങനെ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടുതലാണ് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പൊ കുട്ടികളെ ഇത് തെളിയിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ 5ലോ 6ലോ മറ്റോ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടെ ഉപയോഗിക്കണം. അപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് വേറൊരു ട്രയാങ്കിൾ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABC കാണാനില്ലേ? ആ ട്രയാങ്കിൾ ABCയിലെ C എന്ന വെർട്ടെക്സിനെ ഞാൻ ഇവിടെ നീട്ടി കുറച്ച് CD ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഈ ആംഗിൾ ഈസ് ദ ഔട്ടർ ആംഗിൾ ഓർ എക്സ്റ്റേണൽ ആംഗിൾ എന്നാണ് പറയുന്നത്. ബാഹ്യ കോൺ. മനസ്സിലായോ? ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ, ബാഹ്യ കോൺ എന്നാണ് പറയാം. ഈ ബാഹ്യ കോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, ഇപ്പൊ ഞാൻ ഇതിന് A എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. ബാഹ്യ കോൺ A എന്ന് വിചാരിച്ചോളൂ. ഇറ്റ് ഈസ് ദ സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. സോ ഇത് ഞാൻ B എന്ന് കൊടുത്തു, ഇത് C എന്ന് കൊടുത്തു. ഓക്കെ, ഇൻ എ ട്രയാങ്കിൾ വൺ എക്സ്റ്റേണൽ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഒരു ത്രികോണത്തിലെ ഒരു ബാഹ്യ കോൺ അതിന്റെ ആന്തര വിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യം എന്നാണ്. സോ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി A ഈക്വൽ ടു B പ്ലസ് C ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ബാഹ്യ കോൺ എന്ന് പറയുന്നത് എന്താണ്? ബിയും സിയും കൂടി കൂട്ടിയ അതിന് തുല്യമാണ് എന്നുള്ളത്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ബുക്കുകളൊന്ന് നോക്കി റെഫർ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, നമ്മൾ തന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ അടുത്ത ദിവസം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തന്നു എന്ന് മാത്രം. ഓക്കെ,
In a triangle, one external angle is equal to sum of the opposite internal angles. That is, ഒരു ട്രയാങ്കിളിലെ ഒരു ബാഹ്യ കോൺ ആന്തര വിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യം എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആംഗിൾ എ സി ബി ഗ്രേറ്റർ ദാൻ 90 ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എ സി ബി ഗ്രേറ്റർ ദാൻ 90 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ഫിഗറിലെ എ സി എന്ന ലൈനിനെ ഞാൻ മെല്ലെ ഒന്ന് ഇങ്ങോട്ട് നീട്ടാൻ പോവാണ് കേട്ടോ. എ സി എന്ന ലൈനിനെ മെല്ലെ നീട്ടി. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, റെഡ് കൊണ്ട് ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഡോട്ട് ഇട്ടിട്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഇവിടത്തെ ഈ പോയിന്റിനെ എന്ത് കൊടുക്കാം? ഓക്കെ, ഈ പോയിന്റിനെ ഞാൻ ഇ എന്ന് സൂചിപ്പിച്ചു. ഈട്ടാ. അപ്പൊ നോക്കൂ, നേരത്തെ നമ്മൾ പഠിച്ചതനുസരിച്ച് എ ബി ഈസ് ദ ഡയാമീറ്റർ, AEB is a point on the circle. So angle AEB equal to എത്ര ഡിഗ്രി ഉണ്ടാവുക? AEB equals 90 degree. എന്താ റീസൺ? എന്താ? പ്രോപ്പർട്ടി 1. പ്രോപ്പർട്ടി 1 എന്താ? വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺ 90 ഡിഗ്രി. ഓക്കെ, end of diameter is joined with a point on the circle. Angle formed is 90 degree. So angle ഈ 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി കുട്ടികളെ നിങ്ങൾ നോക്കൂ, എ സി ബി എന്ന ട്രയാങ്കിൾ ഉണ്ട്, ബി സി ഇ എന്ന ട്രയാങ്കിൾ ഉണ്ട്. ആ ബി സി ഇ എന്ന ഈ ചെറിയ കഷ്ണം നോക്കൂ, ബി സി ഇ എന്ന ചെറിയ കഷ്ണത്തിലെ എക്സ്റ്റേണൽ ആംഗിൾ സി എന്ന വെർട്ടെക്സിലെ എക്സ്റ്റേണൽ ആംഗിൾ ആണ് ഇത്. ഏത്? ബി സി എ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് എന്ത് കാണേണ്ടത്? ഗ്രേറ്റർ ദാൻ 90 ആണെന്ന് കാണേണ്ടത്. ഓക്കെ, ബി സി എ എന്ന് പറയുന്നത് സി എന്ന വെർട്ടെക്സിലെ എക്സ്റ്റേണൽ ആംഗിൾ ആണ്. ഏതിന്റെ? ട്രയാങ്കിൾ ബി ഇ സിയിലെ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ കുട്ടികളെ നിങ്ങൾ വിചാരിച്ചോളൂ, നമ്മുടെ ഈ ആംഗിൾ എക്സ് ആണ് എന്ന് വിചാരിക്കുക. അതായത് ആംഗിൾ ബി എക്സ് ആണ് എന്ന് വിചാരിക്കുക. ഇത് 90 ഡിഗ്രി ആണ്. ഇനി ഓക്കെ, ഇത്ര വിചാരിച്ചാൽ മതി. അപ്പൊ നോക്കൂ, in triangle BEC, അല്ലെ, in triangle BEC angle E equal to 90 degree and നമ്മൾ വിചാരിക്കുകയാണ്, let us assume angle B equal to x, then angle BCA equal to എന്താ പറയാ? Sum of the opposite interior angle, that is BCA equal to 90 plus x. അല്ലെ, BCA 90 plus x വന്നാൽ എന്താ അതിന്റെ അർത്ഥം? Which is greater than 90, 90ൽ കൂടുതലാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. രണ്ടാമത്തെ പ്രോപ്പർട്ടി ക്ലിയർ ആയി. എന്തായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി? എന്തായിരുന്നു? In a triangle, if we join the end of the diameter with a point, എവിടെ? Inside the circle, അല്ലെ, inside the circle the angle formed is greater than 90 degree. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഏതും തെളിയിച്ചു കൊടുക്കണം. പുറത്ത് യോജിപ്പിച്ചാൽ അത് എന്താണ്? ലെസ് ദാൻ 90 ആവും എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇൻ ദ ഫിഗർ വി ഹാവ് എ സ്ക്രീൻ, വി ഹാവ് എ സർക്കിൾ. അതിനെ ഞാൻ ഡയാമീറ്റർ ഇതാ വരച്ചു. ഈ ഡയാമീറ്റർ വരച്ച് അതിനെ ഇതാ എവിടേക്ക് യോജിപ്പിച്ചു? സർക്കിളിന്റെ പുറത്തേക്ക് യോജിപ്പിച്ചു. ഇവിടെ സ്ഥലമില്ല എന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ബാക്കിലേക്ക് വരച്ചതാണ് കേട്ടോ. ഓക്കെ, യോജിപ്പിച്ചു. ഇനി നോക്കൂ, ഹിയർ O is the center, അല്ലേ? ഇനിയോ AB is the diameter of the circle, C is a point outside the circle. ക്ലിയർ അല്ലേ? ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്? ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ,
ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് ഫിഗറിൽ എന്ത് കാണാനുണ്ട്? ട്രയാങ്കിൾ ADB എന്ന് ഞാൻ കൊടുത്തു. ഇതിന് ADB എന്ന് കൊടുത്തു. ഇത് O ആണ്. ADB എന്ന് കൊടുത്തു. ആ ADB 90 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. കണ്ടോ? ADB 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ ഈ ട്രയാങ്കിളിൽ നോക്കി നോക്കൂ. ആംഗിൾ AX ആണ് എന്ന് ഞാൻ വിചാരിച്ചു, ആംഗിൾ CY ആണ് എന്നും വിചാരിച്ചു. ക്ലിയർ അല്ലേ? ആംഗിൾ ഏത് ട്രയാങ്കിളില്? ഇൻ ട്രയാങ്കിൾ ADC എന്ന നമ്മുടെ പുറത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ ആംഗിൾ AX ആണ് എന്ന് വിചാരിച്ചു, ആംഗിൾ CY ആണ് എന്ന് വിചാരിച്ചു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ C ദാറ്റ് ഈസ് Y അത് ലെസ് ദാൻ 90 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം എന്താ? AB is the diameter and we join the end of the diameter with a point C which is outside the circle. Then the angle formed is less than 90. Acute angle ആണ് എന്നാണ് 90 അല്ലെ? വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന്റെ പുറത്തുള്ള ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺ 90 കുറവ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് we have to prove angle C is less than 90, that is Y is less than 90 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ കുട്ടികളെ, ഇവിടെ ACD എന്ന ട്രയാങ്കിളിലെ D എന്ന വെർട്ടെക്സ് ബിയിലേക്ക് നീട്ടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ACD എന്ന ട്രയാങ്കിളിലെ D എന്ന വെർട്ടെക്സ് ബിയിലേക്ക് നീട്ടിയപ്പോ ഉണ്ടായിട്ടുള്ള എക്സ്റ്റേണൽ ആംഗിൾ ആണ് ADB എന്ന് പറയുന്നത്. So angle ADB in the figure, angle ADB is equal to one external angle is equal to sum of the opposite interior angles. Clear? Sum of the opposite interior angles. ആന്തരം വിദൂര കോൺ. ഇതിന്റെ ആന്തരം എന്ന് പറഞ്ഞാൽ ഉള്ളില്, വിദൂരം പറഞ്ഞാൽ കുറച്ച് ദൂരെ, ആന്തര വിദൂര കോൺ x plus y. Clear? x plus y ക്ക് തുല്യാണ്. ADB is equal to x plus y. So ADB നമുക്ക് നിശ്ചയുണ്ട് എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് നിശ്ചയുണ്ട് അല്ലെ? 90 is equal to x plus y. Then നമുക്ക് എന്താ വേണ്ടേ? y equal to ആണ് വേണ്ടേ. y equal to 90 minus x. 90 minus x എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ദാൻ 90 എന്നല്ല അർത്ഥം, 90 കുറവ് എന്നല്ല അർത്ഥം. സോ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തു. ക്ലിയർ? അപ്പൊ എന്താ നമ്മളിതിൽ കണ്ടത്? എന്താണ്? വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന്റെ പുറത്തുള്ള ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 കുറവും, വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിനുള്ളിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 കൂടുതലും, വ്യാസത്തിലെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90. ക്ലിയർ ആണ്? പ്രോപ്പർട്ടി മനസ്സിലായിണ്ടാവും. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണം ചെയ്യാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.